അസ്സലാമലൈക്കും, ഈദ് മുബാറക്. എന്താ വിഷയം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളൊരു ചെറിയ പെരുന്നാളിൻ്റെ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് മെയിൻ പരിപാടി എന്ന് വെച്ചാൽ പെരുന്നാൾക്ക് പള്ളിയിൽ പോയി. അപ്പം നേരെ പള്ളിയിൽ പോയിട്ട് വരാം നമുക്ക്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പള്ളിയിൽ പോകാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് നമ്മളെ ചരിത്ര പ്രസിദ്ധമായ IT ജുമാ മസ്ജിദ്. ഇവിടുന്ന് നമുക്ക് പെരുന്നാൾ നിസ്കാരം. അപ്പോൾ പള്ളിയിൽ അധികം വീടെടുക്കാനില്ല കേട്ടോ, അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ എന്താക്കും വെച്ച് കഴിഞ്ഞാൽ ഉപ്പാരടെ പോവും. അവിടെ നിന്ന് നേരെ ഇളയപ്പാരടൊക്കെ പോവും. അതെല്ലാം കഴിഞ്ഞ് നമ്മളെ സ്വന്തം ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഹുദാനഗർ. നമ്മൾ ഷെഡ് എന്ന് പറയില്ല, നേരെ അങ്ങോട്ടേക്ക് വിടാം കേട്ടോ. ഗൈസ്, ഈ പെരുന്നാൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നീണ്ട 15 വർഷത്തെ ഇടവേളക്ക് ശേഷം നമ്മൾ നജീബ് സംതിങ് ഡിഫറെൻറ്റ് നാട്ടിൽ പെരുന്നാൾ കൂടിയാണ്. നമ്മളെ UK ബോയാണ്, നമ്മളെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ചങ്കാണ്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മളെ ഈദ് ഔട്ട്ഫിറ്റ് ഇതാണ്. എൻ്റെത് ഇതാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് മമ്മു കമോൺ. യെസ്, ഇതാ മമ്മൂൻ്റെ ഇതാണ്. അതുപോലെ തന്നെ തൻവി കമോൺ. യെസ്, ഇതാണ് നമ്മളെ ഈദ് ഔട്ട്ഫിറ്റ് കേട്ടാ. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. സുപ്പ. ഇതിന്റെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മെയിനായിട്ട് മട്ടൻ ബിരിയാണി പ്രാവശ്യം ആക്കിയത്. മട്ടൻ ബിരിയാണി, പിന്നെ ഉമ്മാന്റെ ബീഫ്, നമ്മളെ ബീവിന്റെ ചിക്കൻ ഫ്രൈ, പിന്നെ എൻ്റെ സ്വന്തം കസ്റ്റേർഡ്, പിന്നെ തൈര് അച്ചാറ്. പിന്നെ ബിരിയാണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ ബിരിയാണി വെച്ചിട്ടില്ല. ഇത് നമ്മളെ ബീച്ചിലെ അബീച്ചാന്റെ മട്ടൻ ബിരിയാണിയാണ്. നമ്മളെ ഏട്ടൻ ഇസ്മായിൽ ചായൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു കെയർ ഓഫിൽ അങ്ങനെ പ്രീ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ കഴിച്ചു നോക്കാം. പിന്നെ പറയാൻ പറ്റുമോ, പായസം ഉണ്ട്. ഇത് ഉമ്മാൻ്റെ തന്നെയാണ്. ഇത് പിന്നെ നമ്മളിത് റൂ ഓപ്സ് ആക്കിയത്. അപ്പോൾ പിന്നെ അന്ന് ബിരിയാണി വെച്ചാലാ. നല്ല ചൂടായിട്ടുള്ള മട്ടൺ തന്നെയാണ്. ചീസി ആയിട്ടുള്ള ചിക്കൻ കൂടി ഉണ്ട് നമ്മൾ. അപ്പോൾ ഇതിലാണ് നമ്മളെ ഫുഡ്. റിസൾട്ട് ഏതായാലും കഴിച്ചു കഴിഞ്ഞ് നോക്കാം. അപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. ഓക്കെ ബൈ. നമ്മളെ ആയിഷുവിന് കൊടുക്കാനുള്ള സർപ്രൈസ് ഗിഫ്റ്റാണ്. ആയിഷു ഒരു 5 നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പോൾ ആയിഷുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ പോയേനെ. ഇതിങ്ങനെ രണ്ടാളും കൂടി ആയിഷുവിന് കൊടുക്ക്. ആയിഷു ഇങ്ങോട്ടാ. ആയിഷുവിന് കിട്ടി. ആയിഷു ഹാപ്പി തന്നെയാ? പൊളിക്കന്നാല്. തുറന്നു നോക്കിയൊക്കെയില്ലെന്ന് ഇല്ലെന്ന്. ഒന്നില്ലേ? ഓക്കെ ബൈ ബൈ. ആയിഷുവിന് കൊടുത്തതിന് പിന്നെ നമ്മളെ ഷാസിന്റെ വക ഷപ്പൂന് ഇതേ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാം നോമ്പോറ്റേന്റെ ഭാഗമായിട്ട് ഒരു പ്രചോദനമല്ലേ. ഷപ്പു ശരിക്കും സർപ്രൈസ് ആയിട്ടാ. ഷപ്പു ഗിഫ്റ്റ് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. ഷപ്പൂന് കഴിഞ്ഞപ്പോൾ നമ്മളെ സെഹറൂനും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു. അഗൈൻ വീണ്ടും ആയിഷുവിന് നമ്മളെ ഷാസ് മീഡിയൻ്റെ വക ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഫുള്ള് ഗിഫ്റ്റ് കൊണ്ട് ഏറും കളി തന്നെയാണ്. മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ പുറക്കത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. സ്വാഭാവികമായും എല്ലാ പെരുന്നാളിലും പോലെ തന്നെ നല്ലൊരു ട്രാഫിക്കും തിരക്കുണ്ടായിരുന്നു. ഒന്ന് റൗണ്ട് അടിച്ചിട്ടൊന്ന് പിള്ളേരെല്ലാം പഠിച്ചിട്ടൊന്ന് ഇടം പോയിട്ട് വരാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീടുമായി വീണ്ടും കാണാം. ബിസ്മി ലുപ്പായ് KL14. ബൈ ബൈ.